ഹായ് സ്റ്റുഡൻസ്, ഇത് നമ്മളുടെ മൂന്നാമത്തെ വീഡിയോ ആണ്. കൊച്ചി യൂണിവേഴ്സിറ്റി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിയുടെ MCA എൻട്രൻസിൻ്റെ ക്രാഷ് കോഴ്സിൻ്റെ മൂന്നാമത്തെ വീഡിയോ ആണ് നമ്മൾ ചെയ്യുന്നത്. ഇവിടെ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്ക് നോൺ ഹോമോജീനിയസ് സിസ്റ്റം ഓഫ് ഇക്വേഷൻസ് ആണ്. അതിൻ്റെ സൊല്യൂഷൻസും അതുമായിട്ട് റിലേറ്റ് ചെയ്ത കാര്യങ്ങളും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ച ക്വസ്റ്റ്യനും ഒക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നോൺ ഹോമോജീനിയസ് ആണ് നമ്മൾ പറയുന്നത്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ നിങ്ങൾ എടുത്ത് നോക്കുന്ന സമയത്ത് ഒരുപാട് ക്വസ്റ്റ്യൻസ് വന്നിട്ട് കാണാൻ പറ്റും. ഈ ഭാഗത്ത് വരുന്ന തിയറി നല്ല വൃത്തിയായിട്ട് മനസ്സിലാക്കി ഏത് ക്വസ്റ്റ്യനും എന്ത് ചെയ്യാൻ പറ്റും, ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഇവിടെ നോൺ ഹോമോജീനിയസ് സിസ്റ്റം ഓഫ് ഇക്വേഷൻ സാധാരണ അതിന്റെ മെട്രിക്സ് ഫോം നമ്മൾ എഴുതാറ് എ എക്സ് ഇസ് ഈക്വൽ ടു ബി എന്ന് പറഞ്ഞ ഫോമിൽ എഴുതാറ്. എ എന്ന് പറയുന്നത് എന്താണ്, കോഎഫിഷ്യന്റ് മെട്രിക്സ്. എക്സ് എന്ന് പറയുന്നത് അവിടെയുള്ള അൺനോൺസ്. ബി എന്ന് പറയുന്നത് എന്താണ്, വാല്യൂ മെട്രിക്സ് ആണ് പറയാറ്. എ എന്ന് പറയുന്ന മെട്രിക്സ് M/N മെട്രിക്സ് ആണ്. എ എന്ന് പറയുന്നത് M/N മെട്രിക്സ് ആവും. അതിന്റെ ഓർഡർ നമുക്ക് അറിയുന്നുണ്ടാവില്ല. സിസ്റ്റം ഓഫ് ഇക്വേഷൻ തന്നാൽ മാത്രമേ പറയാൻ പറ്റൂ. അതായത് ഇങ്ങനെയൊക്കെ വരും: A11 x1 പ്ലസ് A11 x1 A12 x2 പ്ലസ് എക്സെട്ര പ്ലസ് A1n xn is equal to B1, A21 x1 പ്ലസ് A22 x2 പ്ലസ് എക്സെട്ര പ്ലസ് A2n xn is equal to B2. ഏറ്റവും താഴെ AM1 x1 പ്ലസ് എക്സെട്ര പ്ലസ് AMN xn is equal to BM. ഓക്കെ, BN അല്ല BM ആണ്. ഇങ്ങനെ ഒരു സിസ്റ്റം ഓഫ് ഇക്വേഷൻ തന്നു കഴിഞ്ഞാൽ അതിന്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ അതിനെ മെട്രിക്സ് ഫോമിലാക്കിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ സാധാരണ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഈ A11 A12 A13 എന്ന് പറയുന്നത് സിസ്റ്റം ഓഫ് ഇക്വേഷൻ തന്നാൽ അത് നമ്പർ ആയിരിക്കും. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എഴുതാൻ പറ്റും. ഇപ്പൊ നമ്മൾ അതിന്റെ ജനറൽ ഫോം പറയുമ്പോൾ ഇങ്ങനെയാണ് വരിക. ഇതിനെയാണ് നമ്മൾ കോഎഫിഷ്യന്റ് മെട്രിക്സ് ആയിട്ട് എഴുതിയിരിക്കുന്നത്. ഇവിടെ വന്നിരിക്കുന്ന ഈ വേരിയബിളിന് x1 x2 x3 എന്ന് പറയുന്ന വേരിയബിളിന് n വേരിയബിൾസ് ഉണ്ടാവും. ഓക്കെ, n വേരിയബിൾസ് ഉണ്ടാവും, n അൺനോൺസ് ഉണ്ടാവും. ആ അൺനോൺസിനെയാണ് നമ്മൾ എന്ത് കോളം മെട്രിക്സ് ആയിട്ട് എന്ത് എഴുതിയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ എക്സ് ആയിട്ട് എഴുതും, ബി എന്ന് പറഞ്ഞത്. ഇപ്പോൾ ഞാൻ കാണിക്കുകയാണെങ്കിൽ എ എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും, A11 എന്ത് ചെയ്യാണ്, A12 എക്സെട്ര A1n കോഎഫിഷ്യന്റ് മെട്രിക്സ് മാത്രം. പിന്നെ എന്ത് ചെയ്യും, ഇവിടെ A21 A22 എക്സെട്ര A2n. താഴോട്ട് എഴുതുന്ന സമയത്ത് എന്ത് വരും, AM1 AM2 എക്സെട്ര AMN വരും. ഇതാണ് നമ്മുടെ കോഎഫിഷ്യന്റ് മെട്രിക്സ് ആയിട്ട് എഴുതിയിരിക്കുന്നത്. ഇനി എന്ത് ചെയ്യാണ്, ഇവിടെ നമുക്ക് എന്ത് മൾട്ടിപ്ലൈ ചെയ്യും, x1 x2 എക്സെട്ര എന്ത് ചെയ്യും, xn മൾട്ടിപ്ലൈ ചെയ്യും. ഇസ് ഈക്വൽ ടു എന്താണ് വരിക, B1 എക്സെട്ര BM എന്ന് എഴുതാൻ പറ്റും, B2 എക്സെട്ര. അതായത് ഈ സിസ്റ്റം ഓഫ് ഇക്വേഷൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മെട്രിക്സ് ഫോമിലേക്ക് എഴുതാൻ പറ്റും. അതിന്റെ ഒരു മിനിയേച്ചർ ഫോമാണ് നമ്മൾ ഇവിടെ എഴുതിയിരിക്കുന്നത്. സിംബോളിക്കലി AX is equal to B എന്ന് പറഞ്ഞിട്ട് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഇവിടെ കോഎഫിഷ്യന്റുകൾ എടുത്തിട്ട് ഇങ്ങനെ എഴുതുക, ഈ രീതിയിൽ എഴുതും. ഓക്കെ, ഇനിയാണ് നമ്മളിവിടെ തിയറി പറയുന്നത്. ഈ നോൺ ഹോമോജീനിയസ് സിസ്റ്റം ഓഫ് ഇക്വേഷന് എന്ത് ചെയ്യാണ്, ഇൻകൺസിസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ നോൺ ഹോമോജീനിയസ് സിസ്റ്റം ഓഫ് ഇക്വേഷൻ കൺസിസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ അതിന് സൊല്യൂഷൻ ഉണ്ടാവാൻ, അല്ലെങ്കിൽ സൊല്യൂഷൻ എപ്പോഴാണ് ഉണ്ടാവുക എന്നുള്ളതാണ് കൺസിസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത്. ഇൻകൺസിസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ സൊല്യൂഷൻ ഇല്ലാതിരിക്കാനുള്ള കണ്ടീഷനാണ്. സൊല്യൂഷൻ ഇല്ലാതിരിക്കുക എപ്പോഴാണെന്നുള്ള കണ്ടീഷനാണ് പറയുന്നത്. അപ്പോൾ ഈ സിസ്റ്റം ഓഫ് ഇക്വേഷൻ കൺസിസ്റ്റന്റ് ആവണമെങ്കിൽ എന്തായിരിക്കണം, റാങ്ക് ഓഫ് എ, അതായത് ഈ കോഎഫിഷ്യന്റ് മെട്രിക്സിന്റെ റാങ്കും AB അല്ല കേട്ടോ, A×B അല്ല, ഓഗ്മെന്റൽ മെട്രിക്സ് ആണ് AB എന്ന് പറയുന്നത്. ഓൾറെഡി എല്ലാവരും പഠിച്ചതാണ്, അറിയുന്നുണ്ടാവും. ഓഗ്മെന്റൽ മെട്രിക്സ് എന്ന് പറഞ്ഞാൽ ഈ എയുടെ കൂടെ ഈ കോളം കൂടി എന്ത് ചെയ്യാണ്, ഇതിന്റെ കൂടെ ചേർത്ത് എഴുതുന്നതാണ് ഓഗ്മെന്റൽ മെട്രിക്സ് AB എന്ന് പറയും. ഓക്കെ, ഈ മെട്രിക്സ് ഇതിന് ഒരു റോയും കൂടി എന്ത് ചെയ്യും, ചേർത്തിട്ട് എഴുതുക. അതായത് എയും ബിയും മൾട്ടിപ്ലൈ ചെയ്തതല്ല, ഇതിന്റെ അടുത്ത റോയല്ല, കോളമായിട്ട് ആര് ചെയ്തു, ഇതിനെയും കൂടി ചേർത്ത് എഴുതിയിട്ട് ഒരു മെട്രിക്സ് ആക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഓഗ്മെന്റൽ മെട്രിക്സ് AB എന്ന് പറയുന്നത്. അപ്പോൾ റാങ്ക് ഓഫ് എയും റാങ്ക് ഓഫ് ABയും ഈക്വൽ ആയാൽ ആ സിസ്റ്റം ഓഫ് ഇക്വേഷൻ എന്തുണ്ട്, സൊല്യൂഷൻ. നമ്മൾ ഇങ്ങനെ എഴുതിയതിനു ശേഷം എയുടെ റാങ്ക് കണ്ടുപിടിക്കുക, റാങ്ക് ഓഫ് AB കണ്ടുപിടിക്കുക. രണ്ടും നമ്മൾ ഒന്നിച്ചിട്ടാണ് കാണാം. റാങ്ക് ഓഫ് AB കിട്ടി. ഇതിന്റെ റാങ്ക് എന്താണ്, സെയിം ആണെങ്കിൽ അതിന് എന്തുണ്ടാവും, സൊല്യൂഷൻ ഉണ്ടാവും. കൺസിസ്റ്റന്റ് എന്നാണ് പറയാം. ഓക്കെ, തിയറി ആയിട്ട് തന്നെ ഡയറക്റ്റ് ഡെഫിനിഷൻസ് തന്നെ എക്സാമിന് ചോദിക്കാം. പിന്നെ എന്താ ഇൻകൺസിസ്റ്റന്റ് പറഞ്ഞാൽ റാങ്ക് ഓഫ് എ നോട്ട് ഈക്വൽ ടു റാങ്ക് ഓഫ് AB ആണെങ്കിൽ എന്തുണ്ടാവില്ല, അതിന് സൊല്യൂഷൻ ഉണ്ടാവില്ല. നോ സൊല്യൂഷൻ ആണ് ഇൻകൺസിസ്റ്റന്റ് എന്ന് പറയും. സൊല്യൂഷൻ ഉണ്ടാവില്ല. കൺസിസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ സൊല്യൂഷൻ ഉണ്ട്. ഓക്കെ, ഇനി സൊല്യൂഷൻ തന്നെ രണ്ട് രീതിയിൽ ഉണ്ടാവും. ഒന്നാമത്തത് യുണീക് സൊല്യൂഷൻ ഉണ്ടാവും. യുണീക് സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഒരേ ഒരു സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ x1നും x2 x3 എക്സെട്ര xn എന്ന് പറഞ്ഞാൽ n ടപ്പിൾ ഒരു വാല്യൂ വരും. അതായത് x1ന്റെ ഒരു വാല്യൂ, x2ന്റെ ഒരു വാല്യൂ, അങ്ങനെ xnന്റെ വാല്യൂ നമുക്ക് എന്തെങ്കിലും കിട്ടും. ഒറ്റൊരു സൊല്യൂഷനെ ഈ സിസ്റ്റം ഓഫ് ഇക്വേഷൻ ഉണ്ടാവും. അങ്ങനെ ആവണമെങ്കിൽ എന്ത് വേണം, റാങ്ക് ഓഫ് എയും റാങ്ക് ഓഫ് AB ഈക്വൽ ആയാലാണ് എന്ത് വരിക, സൊല്യൂഷൻ ഉണ്ടാവുക. ഇനി അതിന്റെ കൂടെ എന്താണ്, നമ്പർ ഓഫ് അൺനോണിന്റെ എണ്ണം. അതായത് ഇവർ രണ്ടുപേരുടെയും റാങ്ക് കണ്ടുപിടിക്കുമ്പോൾ അത് ഈക്വലും ആ റാങ്കിന്റെ വാല്യൂ എന്ന് പറയുന്നത് എന്താണ്, n ആണ്. നമ്പർ ഓഫ് അൺനോണിന് ഈക്വൽ ആണെങ്കിൽ എന്ത് മാത്രമേ ഉണ്ടാവും, ഒരു സൊല്യൂഷൻ മാത്രമേ നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റൂ, ഈ സിസ്റ്റം ഓഫ് ഇക്വേഷൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് പറ്റും. n വാല്യൂസ് സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു സെറ്റ് മാത്രമേ ഉണ്ടാവും.
ഇനി എന്താണ് ഇവിടെ റാങ്ക് ഓഫ് എയും റാങ്ക് ഓഫ് എ ബിയും തന്നെ ഈക്വൽ തന്നെ, പക്ഷെ അത് ആ നമ്പർ എന്ന് പറയുന്നത് അൺനോണിന്റെ നമ്പറിനേക്കാൾ കുറവാണ്. സപ്പോസ് ഇത് 5, ഇത് രണ്ടിന്റെയും വാല്യൂ എന്ന് പറയുന്നത് ഈക്വൽ, അതൊരു 3 ആണെങ്കിൽ എന്ത് വരും, അതിനെന്തുണ്ടാവും, ഇൻഫൈനൈറ്റ് നമ്പർ ഓഫ് സൊല്യൂഷൻസ് ഉണ്ടാവും. ഓക്കെ, അതാണ് എന്ത് ചെയ്യുന്നത്, ഇതാണ് ഇതിന്റെ തിയറി എന്ന് പറയുന്നത്. ഇത് മനസ്സിലാക്കി വെച്ചാൽ നമുക്ക് എന്ത് ചെയ്യാം, ഒരു മാർക്ക് സുഖസുന്ദരമായിട്ട് വായിക്കാം. ഒന്നിൽ കൂടുതൽ മാർക്ക് വായിക്കാം, ഒരു മാർക്ക് ഉറപ്പായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എക്സാമിന് വായിക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. ഓക്കെ, ഇനി നമുക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത ക്വസ്റ്റ്യൻ 2023 ഏറ്റവും റീസെന്റ് ആയിട്ട് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ക്വസ്റ്റ്യൻ ഇതാണ്, നമ്പർ ഓഫ് വാല്യൂസ് ഓഫ് k for which the system of equation k plus 1 into x plus 8y equal to ky, kx plus k plus 3 into y equal to 3k minus 1 has infinitely many solutions ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത് പറയുന്നത്. കെയുടെ എത്ര വാല്യൂസ്, കേക്ക് എത്ര, അതായത് ഈ സിസ്റ്റം ഓഫ് ഇക്വേഷൻ ഇൻഫൈനൈറ്റ് നമ്പർ ഓഫ് സൊല്യൂഷൻ ഉണ്ടാവാൻ വേണ്ടി കേക്ക് എത്ര വാല്യൂസ്, ഏതൊക്കെ വാല്യൂസ് വരുമ്പോൾ, ഏതൊക്കെ വാല്യൂസ് എന്ന് ചോദിക്കുന്നില്ല, എത്ര വാല്യൂസ് വരുമ്പോൾ എന്ത് ചെയ്യാണ് ഇതിന് ഇൻഫൈനൈറ്റ് നമ്പർ ഓഫ് സൊല്യൂഷൻസ് ഉണ്ടാവും എന്നുള്ളതാണ് എന്ത് ചെയ്യുന്നത് ചോദിക്കുന്നത്. അത് ഏതൊക്കെയാണെന്നല്ല ചോദിച്ചിരിക്കുന്നത്, എന്ത് ചെയ്യാണ് കേക്ക് എത്ര വാല്യൂസ് വരുമ്പോൾ എന്ത് ചെയ്യും ഇതിന് ഇൻഫൈനൈറ്റ് നമ്പർ ഓഫ് സൊല്യൂഷൻസ് ഉണ്ടാവുന്നതാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം, നമ്മൾ തിയറി പറഞ്ഞു, എന്താണ് AX = B എന്ന് പറയുന്ന ഫോമിലാണ് ഉള്ളത് അല്ലേ സിസ്റ്റം ഓഫ് ഇക്വേഷൻ. അപ്പോൾ നമ്മൾ ഇതിനെ എന്ത് ചെയ്യാണ് AX = B എന്ന് പറയുന്ന ഫോമിലേക്ക്, ഇതിന്റെ മെട്രിക്സ് ഫോമിലേക്ക് മാറ്റുന്നു. അപ്പോൾ ഞാൻ ഇവിടെ എന്ത് ചെയ്യുന്നു, A എന്ന് പറയുന്ന മെട്രിക്സ് എന്ത് ചെയ്യാണ് ഇവിടെ k+1, പിന്നെ എന്ത് ചെയ്യാണ് 8 അല്ലെ, കോഎഫിഷ്യന്റ് ആണ് എഴുതേണ്ടത് 8, പിന്നെ എന്ത് വരും k വരും, പിന്നെ ഇവിടെ എന്താണ് k+3 വരും. ഓക്കെ, ഇതാണ് എന്ത് A എന്ന് പറയുന്ന മെട്രിക്സ്, നമ്മുടെ A എന്ന് പറയുന്ന മെട്രിക്സ്. ഓക്കെ, A എന്ന് പറയുന്ന മെട്രിക്സ് ഇതാണ്. ഓക്കെ, AX = B എന്നൊന്നും എഴുതില്ല, കാരണം നമുക്ക് എന്ത് ചെയ്ത് മാത്രം മതി, ആൻസർ മാത്രം മതി. പബ്ലിക് എക്സാമിന് എഴുതുന്ന പോലെ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, സ്റ്റെപ്പ് ഒന്നും ആവശ്യമില്ല. പിന്നെ ആരെയാണ് ഇത് നമുക്ക് A എന്ന് എഴുതാം, ഇവിടെ A = ഇനി എന്ത് ചെയ്യാണ് B എന്ന് പറയുന്ന മെട്രിക്സിന് നമ്മൾ എഴുതുന്നു വാല്യൂ മെട്രിക്സ്, റൈറ്റ് ഹാൻഡ് സൈഡ് ഉള്ളതാണ്, എന്ത് വരും 4kയും ആരാ വരിക 3k - 1 ആണ് വരിക. ഇനി നമ്മൾ ആരെ കുറിച്ചാണ് സംസാരിക്കുക, റാങ്ക് ഓഫ് എയും റാങ്ക് ഓഫ് എ ബി ആണ് നമ്മൾ കാണേണ്ടത്. അപ്പോൾ റാങ്ക് ഓഫ് എ വേറെ തന്നെ കണ്ട്, റാങ്ക് ഓഫ് എ ബി വേറെ തന്നെ കണ്ടിട്ട് എന്ത് ചെയ്യണ്ട, സമയം കളയണ്ട. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു, ഓഗ്മെന്റൽ മെട്രിക്സ് എന്ന് പറയുന്നത് AB എന്ന് എഴുതും. എല്ലാവരും ശ്രദ്ധിക്കണം, ഓഗ്മെന്റൽ മെട്രിക്സ് നമ്മൾ ഇങ്ങനെയാണ് എഴുതുക. K അതുപോലെ തന്നെ എഴുതും, k+1, സോറി A അതുപോലെ തന്നെ എഴുതും 8, എന്താണ് K, പിന്നെ എന്താണ് k+3, പിന്നെ എന്ത് വരും, ഇവിടെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഓഗ്മെന്റൽ മെട്രിക്സ് അഡീഷണലി ചേർക്കുന്നത് 3kയും എന്താണ് 3k - 1. ഓക്കെ, ഇനി എന്ത് ചെയ്യാം, ഏത് സ്റ്റെപ്പ് വേണമെങ്കിലും ഉപയോഗിക്കാം. നമ്മൾ ഇതിന്റെ റാങ്ക് ആണ് കണ്ടുപിടിക്കാൻ പോകുന്നത്. റാങ്ക് കണ്ടുപിടിക്കുമ്പോൾ നമ്മൾ അപ്പർ റാങ്കുലർ മെട്രിക്സ് ആണ് ഫോം ചെയ്യുക. അതായത് ഫസ്റ്റ് എലമെന്റ് ഇത് കീപ്പ് ചെയ്യും, അതിന്റെ താഴെയുള്ളത് 0 ആക്കും. അങ്ങനെയാണ് എന്ത് ചെയ്യുന്നത് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഞാനിവിടെ ഫസ്റ്റ് ചെയ്യാൻ പോകുന്നത്, ഇതിന് ഈക്വലന്റ് ആയിട്ട് ഫസ്റ്റ് ചെയ്യാൻ പോകുന്ന ഓപ്പറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നു, ഇവിടെ 1 ആക്കാൻ ശ്രമിക്കും. കുറച്ചുകൂടി ഈസി ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് 1 ആക്കണമെങ്കിൽ ഇവിടെ എന്ത് ചെയ്യണം, k+1 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ ഇവിടെ ഞാൻ ചെയ്യുന്നത് R1 എന്ന് പറയുന്ന റോനെ മാറ്റി എഴുതുവാണ്, R1/k+1 ചെയ്യുന്നു. ഇവിടെ എന്ത് വരും 1 വരും, ഇവിടെ എന്താ വരിക 8/k+1 വരും, ഇവിടെ എന്ത് വരും, ഇവിടെ ലൈൻ ഉണ്ട് 4k/k+1 എന്ന് വരും. ഓക്കെ, പിന്നെ ആരാളുള്ളത്, ഇവിടെ k വരും, അടുത്ത ചെയ്യുന്നില്ല, ഇവിടെ എന്താണ് k+3, പിന്നെ ആരാണ് 3k - 1. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണ്, ഈ നമ്പർ 0 ആക്കണം. ഓക്കെ, അതാണ് അടുത്ത ചെയ്യാൻ പോകുന്നത്. which is equivalent to എഴുതുന്നു, ഫസ്റ്റ് റോ അതുപോലെ എഴുതുന്നു 1 8 എന്താണ് k+1, അടുത്തത് 4k എന്താണ് k+1. ഓക്കെ, സെക്കൻഡ് റോനെയാണ് നമ്മൾ മാറ്റി ചെയ്യുന്നത്. R2നെ എങ്ങനെ മാറ്റി എഴുതണം, R2ന്റെ അകത്ത് നിന്ന് -k/R1 ചെയ്താൽ മതി. അതായത് R2ന്റെ അകത്ത് നിന്ന് R1നെ k കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ചെയ്താൽ മതി. ഇതിന്റെ ആൻസർ എന്ത് വരും, 0 വരും. ഓക്കെ, ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതിന്റെ അകത്ത് നിന്ന് ആരാണ് k+3 ആണ് R2, മൈനസ് k കൊണ്ട് ആരെ മൾട്ടിപ്ലൈ ചെയ്യണം, R1നെ മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ എന്ത് വരും 8/k+1 എന്ന് വരും. അപ്പൊ k+3 മൈനസ് 8, സോറി എന്താ വരിക, ഇവിടെ k+3/1 എടുക്കാം. അപ്പൊ k+3 ഇൻറ്റു k+1 ഇൻറ്റു മൈനസ് 8k എന്ത് വരും k+1 എന്ന് വരും. ഇത് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എന്താ വരിക, സ്ക്വയർ ചെയ്ത് കഴിഞ്ഞാൽ k², പിന്നെ എന്ത് വരും പ്ലസ് 4k എന്ന് വരും. k² 3kയും 1kയും 4k വരും, പിന്നെ എന്താ വരിക +3 വരും. ഓക്കെ, -8k എന്നാണ് വരിക. ഓക്കെ, സിംപ്ലിഫൈ ആയിട്ട് നമുക്ക് മെട്രിക്സിൽ എഴുതാം k+1 എന്ന് വരും. അപ്പോൾ ഇവിടെ എന്ത് വരും, ഇത് ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ k² - 4k + 3/k+1 എന്ന് വരും. ഇതിനെങ്ങനെ എഴുതാൻ പറ്റും, k - 1 ഇൻറ്റു
കെ മൈനസ് 3 ബൈ കെ പ്ലസ് 1 എന്ന് എഴുതാൻ പറ്റും. എന്തുകൊണ്ടാണ്? ഇവിടെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ കെ ഇൻറ്റു കെ സ്ക്വയർ മൈനസ് 3k മൈനസ് 4k മൈനസ് 1 ഇൻറ്റു മൈനസ് 3 എന്ന് പറഞ്ഞാൽ എന്ത് വരും? 3 എന്നാണ് വരിക. അപ്പോൾ ഇവിടെ നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാൻ പറ്റും? ഇവിടെ എഴുതാൻ പറ്റുന്നത് കെ മൈനസ് 1 ഇൻറ്റു എന്താണ്? കെ മൈനസ് 3 ബൈ എന്ത് വരും? കെ പ്ലസ് 1 എന്ന് വരും. ഓക്കെ, ഇത് നമ്മൾ കണ്ടുപിടിച്ചു. ഇനി അതേപോലെ അടുത്തതിൽ ചെയ്യുമ്പോൾ എന്താണ്? R2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3k മൈനസ് 1 മൈനസ് എന്താ വരിക? R1 ആണ്. R1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ k ഇൻറ്റു R1 എന്ന് പറയുമ്പോൾ 4k. അപ്പോൾ ഇവിടെ എന്ത് വരും? 4k സ്ക്വയർ ബൈ എന്ത് വരും? k പ്ലസ് 1 എന്ന് വരും. ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ k പ്ലസ് 1 ഇൻറ്റു 3k മൈനസ് 1 മൈനസ് 4k സ്ക്വയർ ഡിവൈഡ് ബൈ k പ്ലസ് 1 എന്ന് വരും. ഓക്കെ, ഇനി എന്ത് ചെയ്യാണ്? ഇവിടെ ഇത് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 3k സ്ക്വയർ വരും. 3k സ്ക്വയർ മൈനസ് ഇവിടെ എന്ത് വരും? k വരും പ്ലസ് 3k വരും. പിന്നെ എന്താ വരിക? മൈനസ് 1 മൈനസ് 4k സ്ക്വയർ ബൈ എന്ത് വരും? k പ്ലസ് 1 എന്ന് വരും. ഓക്കെ, ഇനി ഇവിടെ എന്ത് ചെയ്യാണ്? ഇത് ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ എന്താ വരിക? മൈനസ് k സ്ക്വയർ പ്ലസ് 2k മൈനസ് 1 ബൈ k പ്ലസ് 1 എന്ന് വരും. ഓക്കെ, ഇനി എന്ത് ചെയ്യാണ്? ഇവിടെ നമ്മൾ ഒരു മൈനസ് പുറത്ത് എഴുതി കഴിഞ്ഞാൽ എന്താ വരിക? മൈനസ് പുറത്ത് എഴുതി കഴിഞ്ഞാൽ k മൈനസ് ഇവിടെ മൈനസ് പുറത്ത് എഴുതി കഴിഞ്ഞാൽ എന്ത് വരും? ഇത് മൈനസ് ആവും, എന്താവും? ഇത് പ്ലസ് ആവും. അപ്പോൾ എന്താ വരിക? k പ്ലസ് 1 ദ ഹോൾ സ്ക്വയർ ഡിവൈഡ് ബൈ k പ്ലസ് 1 എന്ന് വരും. k പ്ലസ് 1 ദ ഹോൾ സ്ക്വയർ ഡിവൈഡ് ബൈ k പ്ലസ് 1 എന്ന് വരും. ഓക്കെ, ഒരു മൈനസ് പുറത്തുണ്ട്. കാരണം എന്താ? k പ്ലസ് 1 അല്ല, k മൈനസ് 1 എന്ത് ചെയ്യുക? 2k പ്ലസ് 1 എന്ന് വരും. ഓക്കെ, അപ്പോൾ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? മൈനസ് k മൈനസ് 1 സ്ക്വയർ ഡിവൈഡ് ബൈ k പ്ലസ് 1 എന്നാണ് ഡിനോമിനേറ്റർ വരിക. ഇനി നമുക്ക് എന്ത് വേണം? റാങ്ക് ഓഫ് എയും റാങ്ക് ഓഫ് എ ബിയും സെയിം ആവണം. എന്ത് ചെയ്യണം? വിച്ച് ഈസ് ലെസ് ദാൻ എന്തായിരിക്കണം? 2 ആയിരിക്കണം. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ നോക്കാം. ഇവിടെ എന്തായാലും എന്ത് വരില്ല? റാങ്ക് 0 വരില്ല. ഓക്കെ, അത് ഉറപ്പാണ്. പിന്നെയുള്ളത് 2നേക്കാൾ കുറവുള്ളത് എന്ത് മാത്രമേ വരാൻ സാധ്യതയുള്ളൂ? 1 മാത്രമേ വരാൻ സാധ്യത. അപ്പോൾ 1 വരണമെങ്കിൽ, ഇതിന്റെ റാങ്ക് 1 വരണമെങ്കിൽ ഇത് 0 ആണ്. ഓക്കെ, ഇനി ഓഗ്മെന്റൽ മെട്രിക്സിന്റെ റാങ്ക് 1 വരണമെങ്കിൽ എന്താവണം? ഇതും 0 ആവണം, ആരും 0 ആവണം, ഇതും എന്താവണം? 0 ആവണം. ഓക്കെ, അപ്പൊ നമ്മള് k ഈക്വൽ ടു 1 കൊടുത്താൽ എന്ത് സംഭവിക്കും? ഇത് 0 ആവും, ഇതും എന്താവും? 0. ഒരു വാല്യൂ കൊടുക്കുന്ന സമയത്ത്. അപ്പൊ എന്തായി? റാങ്ക് എന്താ വരിക? 1 ആ വരിക. അപ്പൊ k ഈക്വൽ ടു 1 ആവുമ്പോൾ എന്താ വരിക? റാങ്ക് ഓഫ് എ ഈക്വൽ ടു റാങ്ക് ഓഫ് എ ബി എന്ന് പറയുന്നത് എന്താ വരിക? 1 ആ വരിക. വിച്ച് ഇസ് ലെസ് ദാൻ എന്ത് വരും? 2 വരും. കെയുടെ വാല്യൂ 1 ആവുമ്പോൾ എന്താ വരിക? റാങ്ക് എന്ന് പറയുന്നത് 1 ആണ് വരിക, വിച്ച് ഇസ് ലെസ് ദാൻ 2 ആണ്. അപ്പൊ ഇൻഫൈനൈറ്റ്ലി മെനി എന്തുണ്ടാവും? സൊല്യൂഷൻസ് ഉണ്ടാവും. ഇനി പിന്നെ ഇത് 0 ആണുള്ള സാധ്യത k ഈക്വൽ ടു 3 കൊടുക്കുമ്പോഴാണ്. k ഈക്വൽ ടു 3 കൊടുത്താൽ എന്ത് സംഭവിക്കും? ഇത് 0 ആവും, പക്ഷെ ഇത് എന്ത് ചെയ്യില്ല? 0 അല്ല. അപ്പൊ ഇതിന്റെ റാങ്ക് എന്തായിരിക്കും? 1 വരും. പക്ഷെ ഇതിന്റെ റാങ്ക് 2 ആയതുകൊണ്ട് എന്ത് വരും? സൊല്യൂഷൻ ഇല്ല എന്നുള്ള കേസാണ് വരിക. അപ്പൊ ഒരേ ഒരു വാല്യൂ കേക്ക് 1 കൊടുക്കുമ്പോഴാണ് എന്ത് വരുന്നത്? ഇതിന് ഇൻഫൈനൈറ്റ് നമ്പർ ഓഫ് സൊല്യൂഷൻ ഉണ്ടാവും. ചോദ്യം കൃത്യമായിട്ട് മനസ്സിലാക്കണം. ഇപ്പൊ ഇതിന്റെ ആൻസർ 1 തന്നെ ആയതുകൊണ്ട് എന്ത് ചെയ്യണം? ആൻസർ കെയുടെ വാല്യൂ നമ്പർ എത്ര വാല്യൂസിനാ ശരിയാവുന്നതെന്ന് ചോദിച്ചാൽ അതും 1 തന്നെയാണ്. പക്ഷെ എല്ലാ സമയത്തും അങ്ങനെ വരണമെന്നില്ല. കൂടി എന്താണ്? നമ്പർ ഓഫ് വാല്യൂസ് ഓഫ് കെ ഫോർ വിച്ച് നമ്പർ ഓഫ് വാല്യൂസ്, കെയുടെ വാല്യൂ എന്താണെന്നല്ല ചോദിച്ചത്, നമ്പർ ഓഫ് വാല്യൂസ് ഓഫ് കെ ഫോർ വിച്ച് ദ സിസ്റ്റം ഓഫ് ഇക്വേഷൻ ഹാസ് ഇൻഫൈനൈറ്റ്ലി മെനി. കേക്ക് എത്ര വാല്യൂസുകൾ കൊടുത്തു കഴിഞ്ഞാൽ ഇതിനെന്ത് ചെയ്യും? ഇൻഫൈനൈറ്റ് നമ്പർ ഓഫ് സൊല്യൂഷൻ ഉണ്ടാവും എന്നുള്ളത് ഒരു വാല്യൂ ആണ് കൊടുക്കുക. അങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്? 1 ആണ്. അല്ലാതെ കെയുടെ വാല്യൂ 1 എന്നല്ല നമ്മൾ എന്ത് ചെയ്യുന്നത്? കൊടുക്കുന്നത്. രണ്ടും എന്ത് ചെയ്യുന്നുണ്ട്? ഒരു കോയിൻസൈഡ് ചെയ്യുന്നുണ്ട്. പക്ഷെ എല്ലാ സമയത്തും അങ്ങനെ വരണമെന്നില്ല. ഓക്കെ, ഇതാണെന്ത്? ക്വസ്റ്റ്യൻ. ഓക്കെ, ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് അടുത്ത വീഡിയോയിൽ